ആരോപണങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയുന്നതിന് അർത്ഥമില്ല. എന്തുകൊണ്ടെന്നാൽ ഇവർ പറയുന്ന ആകത്തുകത അങ്ങനെ വിഷയത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ. പക്ഷേ KJU-ഓ KNM-ഓ ഔദ്യോഗിക തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയോ അതിലെ ശരി തെറ്റുകൾ ജനങ്ങളെ ബോധവൽക്കരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആരോപണത്തിൽ അല്പം കഴമ്പുണ്ടാകുമായിരുന്നു. അതായത് ഔദ്യോഗികമായി കേരള ജംഇയ്യത്തുൽ ഉലമയോ KNM സ്റ്റേറ്റ് കമ്മിറ്റിയോ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതിന് പ്രസക്തിയില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് അവർ തന്നെ തുടർന്ന് എഴുതുകയാണ്. ഈ സംഭവത്തെക്കുറിച്ച് അവർ വിശദീകരണം കൊടുക്കുന്നത് ചില ആത്മീയ ചികിത്സകൾ ഇല്ല എന്നിട്ട് കാര്യമില്ല, അത് ഗൾഫിലൊക്കെ നടക്കുന്നുണ്ട്. ഇവർ എഴുതുക, ഔദ്യോഗിക വിഭാഗം എഴുതുക, മടവൂർ വിഭാഗത്തിന് മറുപടി. ഞാൻ ആ വാചകം മാത്രം കേൾപ്പിക്കാം. അവർ പറയുന്നു, എന്താ പറയുന്നത്? എല്ലാ ഡോക്ടർമാരും ഭൗതിക കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാതെ കൈയൊഴിച്ച ചില രോഗികളെ നമ്മുടെ രാജ്യത്തല്ല ചർച്ചാ വിഷയം. എടാ, ഗൾഫിലൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ണും ചിമ്മയോട് എതിർക്കണ്ട. മുജാഹിദ് പറയാ, എല്ലാ ഡോക്ടർമാരും കൈയടിച്ച ചില രോഗികളെ പിശാച് ബാധിച്ചവരായി ഗൾഫിലെ സലഫി പണ്ഡിതന്മാർ കണക്കാക്കുന്നു. അവിടെ രോഗിയുടെ തലയിൽ കൈവച്ച് ഖുർആൻ ആയത്തുകളും ഹദീസിൽ വന്ന ദിക്റുകളും ഇത്തരം രോഗികളുടെ ചെവിയിൽ ചൊല്ലിക്കൊടുത്ത് തൗഹീദിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ തന്നെ പിശാചിനെ ഒഴിവാക്കാനാവുമെന്ന് അവർ പറയുന്നു. അതായത് മന്ത്രിക്കാൻ ആ പ്രശ്നമില്ലേ? അപ്പൊ ഒട്ടും തൗഹീദ് തെറ്റാതെ ചെവിന്റെ ഉള്ളിക്ക് ആയത്തും ഹദീസും ചൊല്ലിക്കൊടുക്കാൻ മന്ത്രത്തിന് പകരം വാക്ക് മാറ്റിയേക്കുക. എന്നിട്ട് തീർന്നില്ല, അവിടെ വേറെ ചില അസ്മാന്റെ ചികിത്സ നടക്കുന്നുണ്ടെങ്കിൽ അവർ എഴുതിയ വാക്കെന്താ? അവർ പറയുന്ന വാക്ക്, അത്തരം ചില സമ്പ്രദായങ്ങളും അവിടെങ്ങളിലുണ്ട്, അത്തരം ചില സമ്പ്രദായങ്ങളും ഗൾഫിലുണ്ട്. ഈ ചികിത്സ പ്രാമാണികമായി തെറ്റാണെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥാപിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ചികിത്സാ രീതി ഖുറാഫത്താണെന്ന് തീർത്തും പറയാൻ ആരെയും നാം കാത്തു നിൽക്കേണ്ടതില്ല. എന്നാൽ അത്തരം ഒരു ചർച്ച നമ്മുടെ പണ്ഡിത സംഘടനയിൽ ഇന്ന് വരെ നടന്നിട്ടില്ല. ഈ പറയുന്ന പുസ്തകം ജിന്ന് പിശാച് ബാധ പിളർപ്പന്മാരുടെ സ്വന്തം കൃതികളിൽ പേജ് നമ്പർ 33 നോക്കൂ. നിങ്ങൾ പറയുന്നത് വളരെ കൃത്യമായി ഒഴിഞ്ഞു മാറി സൂക്ഷിച്ചു പറയാ. എടാ, ഗൾഫിലെ മുജാഹിദിന്റെ പണ്ഡിതന്മാർ ഡോക്ടർമാരൊക്കെ കൈയൊഴിച്ച ചില കേസുകൾ ചില രോഗികൾക്ക് തൗഹീദിന് തെറ്റാതെ തന്നെ ആയത്ത് ഓതിയിട്ട് മന്ത്രിക്കാൻ പകരം ചെവിയിൽ തലയിൽ കൈവച്ച് ചെവിയിൽ ചിലത് ചൊല്ലിക്കൊടുക്കാറുണ്ട്. ചില സമ്പ്രദായങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് നമ്മൾ ശിർക്കാ തൗഹീദ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കുമ്പോഴേ പ്രശ്നം ഉണ്ടാക്കണ്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ചർച്ചയിൽ അവിടെ നിൽക്കട്ടെ എന്ന മറുപടി. അപ്പൊ നമുക്ക് ഉറപ്പായി മുജാഹിദ് പ്രസ്ഥാനത്തിന് ജിന്ന് പിശാച് ബാധ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുകയും അതിന് നിശ്ചയിച്ച സമിതി പകരം സംവിധാനം എന്ത് മന്ത്രവും നൂലും എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന സത്യം അംഗീകൃത ഗ്രന്ഥത്തിൽ ഔദ്യോഗിക വിഭാഗം KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഇതാ ശരിവെക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ അർത്ഥത്തിൽ കാണിച്ച കൃത്രിമം തെറ്റായിരുന്നു എന്ന് സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ 8 പതിറ്റാണ്ട് കാലം പിന്നിട്ടപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നിട്ടോ ഈ ഗവേഷണത്തിന് ഫലണ്ട്. എന്താ KJU-ന് വെക്കാത്തത്? എന്താ KNM-ൽ വെക്കാത്തത്? വെച്ചാലല്ലേ പാസ്സാക്കിയല്ലേ പ്രശ്നമുള്ളൂ. വെച്ചാ പ്രശ്ന KNM-ൽ ഇപ്പുള്ള മുജാഹിദും മടവൂരിന്റെ ഗ്രൂപ്പിക്ക് പോകും. ഇപ്പൊ പകുതി KNM-ന്റെ കൂടിയും പകുതി ISM-ന്റെ കൂടിയാ. പക്ഷേ ഇവര് മന്ത്രവും നൂലും ഉറുക്കും തിരിച്ചു കൊണ്ടുവന്നാൽ അത് KJU വെച്ച റിപ്പോർട്ട് വെച്ച് പാസ്സാക്കിയാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വിഭാഗത്തിൽ കാലിയാകും, നാമാവശേഷമാണെന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ റിപ്പോർട്ട് ഒളിപ്പിച്ചു വെച്ചേക്കാം. പക്ഷെ റിപ്പോർട്ട് ഒളിപ്പിച്ചു ഇന്നത്തെ കാലിലെ പത്രക്കാർ പുറത്തുകൊണ്ടുവരില്ലേ? നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച് എന്ത് കാര്യം തീരുമാനിച്ചാലും പത്രത്തിൽ വരണതില്ല, അപ്പത്തിന് എന്ത് വാർത്ത കൊടുക്കണമെന്നില്ല, പത്രക്കാർ ചോർത്തു. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തന്നെ പത്രം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തന്നെ പത്രം എന്ന് പറഞ്ഞാൽ 2002 ഡിസംബർ 2 പ്രസിദ്ധീകരിച്ച മുജാഹിദ് വോയിസ് എന്ന പത്രം. ഈ മുജാഹിദ് വോയിസ് എന്ന പത്രത്തിൽ മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ച സ്പെഷ്യൽ പത്രമാണ്. ഈ പത്രത്തിൽ അവർ പറയുന്നത്, ഇവരുടെ റിസർച്ചിന്റെ ചില ഫലങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. എന്താ അവർ വിശദീകരിക്കുന്നത്? അവർ വിശദീകരിക്കുന്നത് ഔദ്യോഗികമായി അവരുടെ മുഷാവറയിൽ വെച്ചിട്ടില്ലെങ്കിലും അവിടെ കണ്ടെത്തിയ ഗവേഷണത്തിന്റെ ഫലം, ഒന്ന്, രോഗങ്ങളിൽ പകുതിയിലധികവും പിശാച് ബാധ മൂലമാണെന്ന് കണ്ടെത്തി. ഇവർ റിസർച്ച് ചെയ്ത്, നമ്മളൊക്കെ പറയാറുള്ളത് അപൂർവം ചില കേസുകളൊക്കെ ജിന്നിന്റെ ശൈത്താന്റെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവർ റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ രോഗങ്ങളിൽ പകുതിയിലധികവും പിശാച് ബാധ മൂലമാണെന്ന് കണ്ടെത്തി. അങ്ങനെ വെക്കുമ്പോ നാദാപുരത്ത് 4 അലോപ്പതി ഹോസ്പിറ്റൽ ഉണ്ട് സങ്കല്പിക്കുക. ഒരു 5 അസ്മാവിന്റെ ചികിത്സാ കേന്ദ്രങ്ങൾ അടിയന്തരമായി തുടങ്ങണം എന്നതിന്റെ അർത്ഥം. കാരണം പകുതിയിലധികം അപ്പുറത്തേക്ക് കൊണ്ട കേസാണ്, കഴിഞ്ഞിട്ടില്ല. തുടർന്ന് പറയുന്നു,
മേശയുടെ വലിപ്പ് നാം തുറന്ന് അടക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിനിടയിൽ അറിയാതെ ജിന്ന് കുടുങ്ങാൻ ഇടയുണ്ട്. ഇവർ ഗവേഷണ വീട ജിന്ന് എന്ന് പറഞ്ഞാൽ ഇവർ പൂച്ചക്കുട്ടിയാതാ. മേശന്റെ വലിപ്പ് തുറന്നടക്കുമ്പോ അതിനിടയിൽ അറിയാതെ ജിന്ന് കുടുങ്ങാൻ ഇടയുണ്ട്. മാത്രമല്ല, അടുത്ത ഗവേഷണ ഫലം, പുറത്തേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം, പിശാചിന്റെ ശരീരത്തിൽ തട്ടാൻ ഇടയുണ്ട്. നോക്കൂ നിങ്ങൾ, ഈ പറയുന്നത് മുജാഹിദ് പ്രസിദ്ധീകരിച്ച മുജാഹിദ് വോയിസ് എന്ന പത്രമാണ്. 2002 ഡിസംബർ 2 പ്രസിദ്ധീകരിച്ച പത്രത്തിൽ പറയുന്നത്, ഇവരുടെ വിചാരം പിശാച് എന്ന പുറത്തിങ്ങനെ കാത്തുക്കാണ്, അതിന് നല്ല ശരീരമൊക്കെ ഉണ്ട്, നമ്മുടെ ഉമ്മമാർ ചായയൊക്കെ കാച്ച് കുറച്ച് ചുടുവെള്ളം ബാക്കിയുണ്ടെങ്കിൽ പുറത്തേക്ക് ഒഴിച്ച അപകട, പിശാചിന്റെ ശരീരത്തിൽ തട്ടും പ്രശ്നമാകുമെന്ന ഈ തോതിലാണ് ഗവേഷണ ഫലം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അബദ്ധങ്ങളുടെ പരമ്പര. എന്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വ്യാഖ്യാനിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ സ്വതന്ത്രമായി ഖുർആനും സുന്നത്തും വ്യാഖ്യാനിച്ചപ്പോൾ അബദ്ധങ്ങളുടെ പരമ്പരയാണ് ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സംഭവിച്ചത്. നോക്കൂ നിങ്ങൾ, തൗഹീദിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് മൂന്നാമത്തെ തെറ്റായി ഗുരുതരമായ കൃത്രിമമായ അർത്ഥം സുന്നി ജനകോടികളെ മുശ്രിക്കുകളാക്കാൻ വേണ്ടി അദൃശ്യമായ ഗുണവും ദോഷവും വരുത്തി വെക്കാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രമെന്ന വ്യാജാർത്ഥം വെച്ചപ്പോൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ജിന്നിനും പിശാചിനും അദൃശ്യമായ ഗുണവും ദോഷവും വരുത്തി വെക്കാൻ കഴിയുമെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് ബോധ്യപ്പെട്ടപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിന് കൊടുത്ത അർത്ഥത്തിലും തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. എങ്ങനെ തിരുത്തണമെന്നറിയാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക മുജാഹിദ് പ്രസ്ഥാനം. എന്നിട്ട് ഈ മുജാഹിദ് നമ്മളെ തൗഹീദ് പഠിപ്പിക്കുന്നത്, ഈ മുജാഹിദ് തൗഹീദ് നേർക്ക് നേരെ പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്ത ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ചില ആളുകൾ എഴുതി വെച്ച അബദ്ധങ്ങൾ, ചില മനോരോഗികൾ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, അത്തരം പുസ്തകങ്ങളെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നിഗൂഢമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദിന്റെ തൗഹീദ് എന്താണെന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതാപരമായ പരമാർത്ഥമാണ്, യാഥാർത്ഥ്യമാണ്, സത്യസന്ധമായ കാര്യമാണ് സഹോദരന്മാരെ. അല്ലെങ്കിലും ഇനി ഞാൻ ചോദിക്കട്ടെ, അദൃശ്യമായ നിലയിൽ ഗുണവും ദോഷവും വരുത്തി വെക്കാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രമെന്നാണ് മുജാഹിദ് പറയുന്നത്. അതാണ് ആകെ പ്രശ്നം. മാത്രമല്ല, എല്ലാം അറിയുന്നവൻ അല്ലാഹു, എല്ലാം കാണുന്നവൻ അല്ലാഹു. അപ്പോൾ പരിധിയില്ലാതെ കാണാൻ, പരിധിയില്ലാതെ അറിയാൻ, പരിധിയില്ലാതെ കേൾക്കാൻ അല്ലാഹു അല്ലാത്ത തന്റെ മഹാത്മാക്കൾക്ക് കഴിയുമെന്ന് സുന്നികൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് സുന്നികൾ മുശ്രിക്കുകൾ എന്നാണല്ലോ ഇവർ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഉപോത്ബലകമായി പറയുന്നത് വിശുദ്ധ ഖുർആനത്തിന്റെ സൂക്തങ്ങളാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സൂറത്തുൽ ഇസ്രാ 1-ാം നമ്പർ ആയത്തിൽ പറയുന്നത്, അള്ളാഹു വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രിയുടെ ഏതാനും നിമിഷങ്ങൾക്കകം തന്റെ ദൂതനെ രാത്രി നിശാപ്രയാണം ചെയ്ത് അള്ളാഹു എത്ര വിശുദ്ധൻ. ബാറക്നാ ഹൗല, അതിന്റെ പരിസരം, മസ്ജിദുൽ അഖ്സ പരിസരം അനുഗ്രഹീതമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, നിശ്ചയം അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. സമീഉം ബസീർ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ അല്ലാഹുവിന്റെ ഗുണമാണ്. അപ്പൊ അദൃശ്യമായ നിലയിൽ പരിധിയില്ലാതെ പരിമിതിയില്ലാതെ കാണാനും കേൾക്കാനും കഴിയുന്നത് അല്ലാഹുവിന് മാത്രം. അങ്ങനെ മഹാത്മാക്കളെ കുറിച്ച് സുന്നികൾ വിശ്വസിക്കുന്നു. അപ്പൊ സുന്നികൾ അല്ലാഹു അല്ലാത്ത മഹാത്മാക്കളെ ദൈവങ്ങളാക്കി, മുശ്രിക്കായി. ഇതാണല്ലോ ആകത്തുക. ഞാൻ സ്നേഹപൂർവ്വം പറയട്ടെ സഹോദരന്മാരെ, മനസ്സറിഞ്ഞ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുജാഹിദ് പ്രവർത്തകന്മാരോട് വിനയപൂർവ്വം ഉണർത്തട്ടെ, അല്ലാഹു എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ വിശദമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരൊറ്റ കാര്യം പറയട്ടെ, അല്ലാഹു എല്ലാം കേൾക്കുന്നവൻ. എന്താണ് എല്ലാം കേൾക്കുന്നവൻ എന്ന് പറഞ്ഞാൽ? മക്കയിൽ നടക്കുന്ന കാര്യം ഇവിടെ നിന്ന് കേട്ടു എന്നാണോ? മദീനയിൽ നടക്കുന്ന കാര്യം ഇവിടെ നിന്ന് കണ്ടു എന്നാണോ? അല്ല സുഹൃത്തുക്കളെ, മറിച്ചെല്ലാം കേൾക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ലാ ബിദായത ലഹു, അല്ലാഹുവിന്റെ കേൾവിക്ക് തുടക്കമില്ല, പണ്ടേ ഉള്ള കേൾവിയാണ്. 10,000